കൃഷി എടുത്തിട്ട് പുതിയ വീട്ടിലേക്ക് ഇറങ്ങുന്ന സ്വാഗതം. ഇപ്പം ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നത് നമ്മളെ പ്ലാവിൻ്റെ വീഡിയോ. അപ്പോൾ ആ പ്ലാവിൻ്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ കൊമ്പൊടിഞ്ഞല്ലോ. അപ്പം നമ്മളതിൽ ഫംഗിസൈഡൊന്നും അടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ വെള്ളം മുഴുവൻ അകത്തിറങ്ങി. ഈ മരത്തിൻ്റെ അകത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ ചക്കയിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ചക്ക കിട്ടി. 2 ചക്കയെന്ന് വെച്ചാൽ നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് വെച്ചു, വിളഞ്ഞെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചിട്ട് സാധാരണ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പഴുക്കണതാണ്. അപ്പം തോടൊക്കെ തൊട്ട് നോക്കിയപ്പോൾ അമരുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുറിച്ച് നോക്കിയപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതായത് ടേസ്റ്റ് ഒട്ടുമില്ല, മധുരം എല്ലാം പോയി, മൊത്തം വെള്ളമയമുണ്ട്, നല്ല വെള്ളമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഫംഗിസൈഡ് കഴിച്ചിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇപ്പോൾ സാഫ് എന്ന് പറയുന്നത് ഫംഗിസൈഡ് പഠിച്ചിട്ടുള്ള. ഇപ്പം ഇനി നമുക്കിത് വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കുറേ ചക്ക നിൽപ്പുണ്ട്, അത് അറിഞ്ഞുകൂടെ ഇനി ഇതിൻ്റെ അകത്ത് ഇനി വെള്ളം കയറുമോ ഇല്ലയോ എന്ന്. ഇതിപ്പം ഇതുവരെ കയറിയ വെള്ളം നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചക്ക കായ്ക്കുമ്പോഴേ നമുക്കതിന് ഒരു പ്രതിവിധി ചെയ്യാൻ പറ്റും. ഇപ്പം എന്തായാലും നോക്കാം നമുക്ക്. ഇത് അടിച്ചതിന് ശേഷം ഉള്ള ചക്കയുടെ അവസ്ഥ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ പറയാം. അപ്പം ഇങ്ങനെ വല്ല കൊമ്പ് വല്ല യാദൃച്ഛികമായോ ആരുടെ കൈ കെട്ടിയെങ്കിലും ഒടിയുവാണെങ്കിൽ ഇതുപോലെ ഫംഗിസൈഡ് എന്തെങ്കിലും അടിക്കണം. അത് നിങ്ങളുടെ പറയാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ ഇത് കണ്ട, ഇത് ഒരു തരം പുഴുവിൻ്റെ സിംറ്റമാണ് കേട്ടോ. പുഴുവിനെ കാണിച്ചു തരാൻ പറ്റിയില്ല, അവിടെ ഉണ്ട്. അപ്പം ഈ പുഴുവൊക്കെ ഉള്ളത് നോക്കിയും കണ്ടും വേണം ഇതുപോലെയുള്ള പ്ലാവിൻ്റെയൊക്കെ മൂട്ടി നിൽക്കാൻ. കാരണം എന്നെ ചെറുതായിട്ടൊന്ന് കഴിച്ച്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത് ഇത് പറയണത്. നിങ്ങളായിട്ടൊരു അബദ്ധം പറ്റരുത്. നോക്കി നോക്കട്ടെ, കാണും. ഒരു വെള്ള കളർ പുഴുവാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ സൈഡിലൊന്ന് ആഡ് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കാണാൻ തേട്ടാ.